5.5 വർഷത്തെ പ്രണയം അത് വീട്ടുകാരുടെയൊക്കെ സമ്മതത്തിൽ നടത്തുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് കയറി വന്ന ഒരാൾ തന്നെയാണ് ഭരതേട്ടൻ. ഇതിവിടം വരെ എത്തുമെന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഇതൊക്കെ പറയുമ്പോഴും എത്ര എൻ്റെ കണ്ണിൽ നിന്നാണ് വെള്ളം പറഞ്ഞത്. ഞാൻ രാവിലെ ഇന്ന് ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു പെണ്ണ് കാണൽ. കുറേ പേര് എൻഗേജ്മെൻറ്റ് ആണ് വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ഫോട്ടോയിൽ എൻഗേജ്ഡ് എന്ന് കാണിച്ച കാരണം ഇപ്പോൾ എല്ലാവരും വിചാരിച്ചത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നാണോ. അല്ല, ഇത് ഒഫീഷ്യലായിട്ട് ജസ്റ്റ് ഒഫീഷ്യലായി എന്ന് അറിയിച്ചതാണ്. പെണ്ണ് കാണലായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. എല്ലാവരുടെയും ഒഴിവൊക്കെ നോക്കിയിട്ട് ഞായറാഴ്ചയാണ് വെച്ചതും. ഒരു ടോട്ടൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് 30 പേര് ഉണ്ടായിരുന്നു. ഭരതൻ്റെ അവിടുന്ന് 10 പേരാട്ടോ വന്നത്. ഇവിടുന്ന് ഞങ്ങൾ അത്യാവശ്യം കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് നടന്നു. അപ്പോൾ എൻഗേജ്മെൻറ്റ് ഇനി സമയമുണ്ട്. കല്യാണം എന്തായാലും ഇപ്പം അടുത്തുണ്ടാവില്ല. കല്യാണം ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം. എന്തായാലും ഇപ്പം അടുത്തൊന്നും കല്യാണം ഉണ്ടാവില്ല. എൻഗേജ്മെൻറ്റ് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒട്ടും അൺഎക്സ്പെക്റ്റഡായിട്ട് നടന്ന കാര്യങ്ങളൊക്കെയാണത്. എന്നെ സംബന്ധിച്ച് അച്ഛൻ ഉണ്ടായിരുന്നില്ല. അതൊരു വലിയ വിഷമമാണ്. അച്ഛൻ ഗൾഫിലാണ്. അപ്പോൾ അച്ഛൻ ഇനിയിപ്പോൾ അടുത്ത ചടങ്ങിന് എന്തായാലും അച്ഛൻ ഉണ്ടാവും. എൻഗേജ്മെൻറ്റ് എന്തായാലുമൊക്കെ അച്ഛനുണ്ടാവും. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിലും വേറെ വന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഒഫീഷ്യലായി. അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും സങ്കടവും ഒക്കെ ഉണ്ട്. ആദ്യം വന്നപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഭരതേട്ടൻ ഒറ്റയ്ക്ക് കാണുന്ന പോലെ അല്ല എല്ലാവരും കേട്ട് വരുമ്പോൾ. അപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഒരു ചടങ്ങൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അവരെ കണ്ടപ്പോൾ പിന്നെ ഓക്കെ ആയി. പിന്നെ ആളുടെ അമ്മയൊക്കെ ഭയങ്കര പാവമാണ്. പിന്നെ അത് എൻ്റെ അമ്മ എപ്പോഴും പറയും പാവമാണ് അമ്മ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഗംഭീരമായിട്ട് പരിപാടി നടന്നു. ഞാൻ രാവിലെ തന്നെ അന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. എനിക്കപ്പോഴും എൻ്റെ കണ്ണിൽ നിന്നാണ് വെള്ളം. എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പല കാര്യങ്ങൾ ആഗ്രഹിച്ച് നടക്കാറില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പം എന്തോ ഭരതേട്ടൻ എപ്പോഴും പറയും നീ ഇങ്ങനെ പറയാറുണ്ടല്ലോ ആഗ്രഹിച്ചൊന്നും നടക്കാറില്ല. ഈ പരിപാടി കഴിഞ്ഞപ്പോഴും ഭരതേട്ടൻ പറഞ്ഞു ആഗ്രഹിച്ചൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ ആളാന്ന് പറഞ്ഞു. എനിക്കറിഞ്ഞൂടെ ആഗ്രഹിച്ചത് നടന്നത് അത്രയും ഗംഭീരമായിട്ട് നടക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് ദൈവാനുഗ്രഹം തന്നെ പറയാം. ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം പ്രയറൊക്കെ വേണം എന്തായാലും. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ബൈ.